കേരള പി എസ് സിയിൽ തന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഭാഗമാണ് SCERT എന്ന് പറയുന്നത്. അതിനകത്ത് തന്നെ ഓരോ സിലബസ് വൈസ് ഓരോ ചാപ്റ്റേഴ്സ് നമുക്ക് പ്രത്യേകിച്ച് പഠിക്കാനുണ്ട്. അതിനകത്ത് തന്നെ കേരള ജോഗ്രഫി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ഒരു സെഷൻ ഞാൻ ചെയ്തിട്ടുള്ളത്. അതായത് 5ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ നാടറിയാം എന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് മാത്രം ഞാനെല്ലാം വായിച്ചിട്ട് പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് മാത്രം എടുത്ത് തന്നിട്ടുണ്ട്. അതൊന്ന് നിങ്ങൾ നോക്കുക. ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് കേരളത്തിലെ ഭൂപ്രകൃതിയെ കുറിച്ചിട്ടാണ്. അതായത് മലനാട്, ഇടനാട്, തീരപ്രദേശം ഇതിനെ പറ്റിയിട്ടുള്ളതാണ്. ആദ്യം തന്നെ നമുക്ക് പഠിക്കാനുള്ളത് മലനാടാണ്. മലനാടിലെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് എന്ന് പറയുന്നത്, അതായത് കടൽ പ്രദേശത്തിൽ നിന്നും തീരപ്രദേശത്തിൽ നിന്നും 75 മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നതും കുന്നുകളും മലകളും പർവ്വതവും ഉൾപ്പെടുന്നതുമായ ഭൂപ്രകൃതി വിഭാഗമാണിത്. ഇത് നോട്ട് ചെയ്യണം കേട്ടോ. 75 മീറ്ററിന് മുകളിലാണ്. അതാണ് ഇവിടെ പ്രത്യേകം നോക്കേണ്ടത്. അത് മലനാട് എന്നറിയപ്പെടുന്നു. ഇതിനകത്ത് കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്നത് ഈ ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ്. അതും കൂടി ഇതിനകത്ത് നോക്കുക. അപ്പോൾ മലനാട് എന്ന് പറയുന്നത് തീരപ്രദേശത്തിൽ നിന്നും 75 സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നതാണ്. രണ്ടാമത് ഇടനാടിനെ കുറിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇടനാട് എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ്. മലനാടെന്ന് പറയുന്നത് 75 മീറ്ററിന് മുകളിലും ഇടനാടെന്ന് പറയുന്നത് 7.5 മീറ്റർ മുതൽ 75 വരെ. മനസ്സിലായല്ലോ? 75 വരെയാണ് ഈ പ്രദേശം എന്ന് പറയുന്നത്. ഇതാണ് ഇവിടെ കൊടുത്തിട്ടുള്ള പോയിൻ്റ്. പിന്നെ തീരപ്രദേശം എന്ന് പറയുന്നത് കടൽ തീരത്തോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തിന് സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെയാണ് ഉയരം. അപ്പം മൂന്നിനുള്ള ഡിഫറൻഷ്യേറ്റ് ഒന്ന് മനസ്സിലാക്കുക. തീരപ്രദേശം എന്ന് പറയുന്നത് 7.5 വരെയും ഇടനാടെന്ന് പറയുന്നത് 7.5 മുതൽ 75 വരെയും മലനാടെന്ന് പറയുന്നത് 75 മുകളിലുമാണ് ഉയരം. ഇതാണ് ആദ്യം നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് നോട്ട് ചെയ്യേണ്ട പോയിൻ്റ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് പഠിക്കേണ്ട പോയിൻ്റ് കേരളത്തിലെ കാലാവസ്ഥയെ കുറിച്ചിട്ടാണ്. അതായത് ധാരാളം മഴ ലഭിക്കുന്ന നാടാണ് കേരളം. കേരളത്തിൽ പ്രധാനമായും 2 മഴക്കാലങ്ങളാണ് ഉള്ളത്. ഈ 2 പോയിൻ്റ് നോക്കണം കേട്ടോ. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം അഥവാ കാലവർഷം എന്നറിയപ്പെടുന്നു. രണ്ടാമത് പോയിൻ്റ് വടക്ക് കിഴക്കൻ മൺസൂൺ കാലം അഥവാ തുലാവർഷം. ഇത് രണ്ടിനുള്ള വ്യത്യാസവും ഏത് വർഷമാണ്, അത് കാലവർഷമാണോ തുലാവർഷമാണോ എന്നുള്ള ഡിഫറൻഷ്യേറ്റും മനസ്സിലാക്കി ഈ 2 പോയിൻ്റ് പഠിച്ചിരിക്കുക കേട്ടോ. അടുത്തതായിട്ട് പഠിക്കുന്നതാണ് ഈ മൺസൂൺ കാറ്റുകളെ പറ്റിയിട്ട്. കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ഗതിമാറി വീശുന്ന കാറ്റുകളാണ് മൺസൂൺ കാറ്റുകൾ. ജൂൺ മുതൽ സെപ്റ്റംബർ മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഇന്ത്യൻ സമുദ്രത്തിൽ തെക്ക് പടിഞ്ഞാറൻ ദിശയിൽ നിന്നും കരയിലേക്ക് വീശുന്ന മഴക്കാറ്റുകളാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ എന്നറിയപ്പെടുന്നത്. കടലിൽ നിന്നും വീശുന്നതിനാൽ ഇവ ഈർപ്പവാഹികളാണ്. കരയിലേക്ക് പ്രവേശിക്കുന്ന ഈ കാറ്റുകളെ പശ്ചിമഘട്ട മലനിരകൾ തടഞ്ഞു നിർത്തുന്നു. ഇതിൻ്റെ ഫലമായി കേരളം ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ തീരങ്ങളിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നു. ഇതാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. കേരളത്തിൽ ഈ മഴക്കാലം കാലവർഷം എന്നറിയപ്പെടുന്നു. ഒക്ടോബർ മുതൽ നവംബർ മാസങ്ങളിൽ മൺസൂൺ കാറ്റുകൾ നേർവിപരീത ദിശയിൽ വടകിഴക്ക് നിന്ന് വീശുന്നു. ഈ കാറ്റുകൾ വടകിഴക്കൻ മൺസൂൺ കാറ്റുകൾ എന്നറിയപ്പെടുന്നു. ഈ കാറ്റുകളുടെ ഒരു ഭാഗം ബംഗാൾ ഉൾക്കടലിന് മുകളിലൂടെ കടന്നു പോകുന്നതിനാൽ ഈർപ്പരഹിതമാവുകയും ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളിൽ പലയിടങ്ങളിലും മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഈ മഴക്കാലം കേരളത്തിൽ തുലാവർഷം എന്നറിയപ്പെടുന്നു. പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇതിനകത്ത് മണ്ണ് മാത്രമേ നമുക്ക് നോക്കാനായിട്ടുള്ളൂ. അതായത് കേരളത്തിലെ ഉള്ള മണ്ണുകൾ ചെങ്കൽമണ്ണ്, ചെമ്മണ്ണ്, എക്കൽ മണ്ണ്, വനമണ്ണ് എന്നിവയാണ് കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങൾ. പിന്നെ കറുത്ത മണ്ണ്, പീറ്റ് മണ്ണ് എന്നിവയും ചില പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. ഇതിനകത്ത് ഈ മണ്ണുകളുടെ പേര് മാത്രം നമുക്കൊന്ന് ഓർത്തു വയ്ക്കാൻ ശ്രമിക്കാം. ഈ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത് ഇതാണ്. അതായത് ലോക മണ്ണ് ദിനം എന്നാണെന്നുള്ളത്. ഇങ്ങനെ തന്നെ എക്സാമിൽ ചോദിക്കും, പരീക്ഷയ്ക്ക് ചോദിക്കും. ഡിസംബർ 5 ലോക മണ്ണ് സംരക്ഷണ ദിനമായി ഐക്യരാഷ്ട്ര സംഘടന ആചരിക്കുന്നു. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ചാപ്റ്ററിൽ.
കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്നത് മലനാട് ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ്. ഇവയിൽ 3 നദികൾ കിഴക്കോട്ടും 41 നദികൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്നതുമാണ്. 3 നദികളെന്ന് പറയുന്നത് കബനി, ഭവാനി, പാമ്പാറ് എന്നുള്ളതാണ്. ബാക്കി 41 പടിഞ്ഞാറോട്ട് ഒഴുകുന്നതും കൂടിയാണ്. ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് പദ്ധതികളെ കുറിച്ചിട്ടാണ്. ഇനി ഞാൻ ഒഴുകട്ടെ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതികളാണ്. ഈ കോളമൊക്കെ നമുക്ക് പ്രത്യേകിച്ച് നോക്കാനുണ്ട്. സോ ഇതൊന്ന് നല്ലോണം നോക്കാം. ഇനി ഞാൻ ഒഴുകട്ടെ എന്ന് പറയുന്നത് ഹരിത കേരളം മിഷൻ, പിന്നെ മാലിന്യമുക്തം നവകേരളം എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പ്, തെളിനീരൊഴുകും നവകേരളം തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ജൽജീവൻ മിഷൻ കേന്ദ്ര സർക്കാർ. ഈ 4 കൂടി നോക്കുക. ഈ ചാപ്റ്ററിലെ അവസാന പോയിൻ്റാണ് 2018 കേരളത്തിലുണ്ടായ വലിയ പ്രളയം. 2019 കവലപ്പാറയിലും 2020 പെട്ടിമുടിയിലും ഉണ്ടായ ഉരുൾപൊട്ടലുകൾ എന്നിവ അന്നത്തെ പ്രദേശങ്ങളിൽ ജനജീവിതം ആയിരിക്കുന്നു. അപ്പം ഈ ചാപ്റ്ററിലുള്ള എല്ലാ പോയിൻറ്റ്സും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇത് മാത്രം നിങ്ങൾ നോക്കിപ്പോയാൽ മതി. ഇങ്ങനെ ഓരോ ചാപ്റ്ററിലുള്ള പോയിൻറ്റ്സ് മാത്രം ഞാൻ അടുത്തടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇത് വളരെ ഉപകാരപ്പെടും. ഇനി വരുന്ന 10th പ്രിലിംസ് ആയിക്കോട്ടെ, അല്ലാതെ VFA ആയിക്കോട്ടെ, നിങ്ങൾക്ക് എല്ലാ എക്സാമിനും ഉപകാരപ്പെടും. നിങ്ങൾക്ക് എസ്സേറ്റ് പഠിക്കാൻ പറ്റിയില്ലേ പോലും ഇതെങ്കിലും നോക്കിയിട്ട് പോകാം കേട്ടോ. അപ്പോൾ താങ്ക് യു.